CR നീലകണ്ഠൻ, ഇപ്പോൾ ഈ കെ സുധാകരൻ്റെ കസേരയിൽ കണ്ണുവെച്ച് അതിൽ കുതിവെച്ച് നിൽക്കുന്നവർ കോൺഗ്രസിനുണ്ടെന്നിരിക്കട്ടെ, അവരുടെ ചില തന്ത്രപരമായ കളികളാണ് സുധാകരന് ഈ സ്ഥാനം തിരികെ നൽകുന്നതിന് തടസ്സമായി നിന്നതെന്ന് കരുതുക. അങ്ങനെയൊക്കെ ആണെങ്കിലും കോൺഗ്രസിനകത്ത് ഒരു പൊട്ടിത്തെറിക്കൊരു സാധ്യതയുണ്ടെന്നും അവിടെ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയും എന്നുമൊക്കെ BJP പ്രതിനിധി കണ്ടതിനെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കോൺഗ്രസിനകത്ത് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ കടുത്ത തീരുമാനം ഞാൻ എടുക്കും എന്ന് സുധാകരൻ അടുപ്പക്കാരോട് പറഞ്ഞ് ഹൈക്കമാൻഡിലേക്ക് എത്തിച്ച സന്ദേശത്തിലൂടെ വേണ്ടി വന്നാൽ ഞാൻ BJPയിലേക്ക് പോകും എന്ന ഒരു സന്ദേശം മറഞ്ഞു കിടക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയായിരിക്കുമോ BJP നേതൃത്വം? അങ്ങനെ ഒരു അപകടം ഇതിന് പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? ഞാൻ സുധാകരൻ BJPയിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല. കാരണം സുധാകരന് ഒരു രാഷ്ട്രീയമുണ്ട്. നേരത്തെ ശ്രീകുമാർ പറഞ്ഞല്ലോ, അദ്ദേഹം സംഘടനാ കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ BJP അന്നത്തെ RSSഉം സംഘപരിവാറും ഇടതുപക്ഷത്തായിരുന്നു. തീർച്ചയായും സംഘടനാ കോൺഗ്രസും ജനസംഘവും RSSുമായി ബന്ധപ്പെട്ട് CPM ഒക്കെ സഖ്യത്തിലായിരുന്നു. സംഘടനാ കോൺഗ്രസുമായി CPM സഖ്യത്തിലുണ്ട്, ജനതാ പാർട്ടിയുമായി സഖ്യത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അന്ന് ഒരാൾ ചെയ്തോ എന്നുള്ളതിനെ കുറിച്ചല്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ ഏത് പാർട്ടിയിൽ ആളുകൾ പോകുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ എനിക്ക് ബലമായി സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഒരു MP, ഞാൻ അബ്ദുള്ളക്കുട്ടി അല്ല പറയുന്നത്, വിശ്വനാഥ മേനോൻ, മുൻ മന്ത്രി, CPMന്റെ മുൻ മന്ത്രി, സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ നേതാവ്, BJPയിലേക്ക് പോയി BJP സ്ഥാനാർത്ഥിയായി ഞാൻ നിൽക്കുന്ന എറണാകുളത്ത് മത്സരിച്ചിട്ടുണ്ട്. വേറെ ഒരു പാർട്ടിയുടെയും MP അബ്ദുള്ളക്കുട്ടി അല്ലാതെ മുൻ മന്ത്രി പോയിട്ടില്ല. സിറ്റിംഗ് MLA അൽഫോൺസ് കണ്ണന്താനം LDFന്റെ സ്വതന്ത്രനായി അല്ലെങ്കിൽ CPMന്റെ സ്വതന്ത്രനായി മത്സരിച്ച് സിറ്റിംഗ് MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം BJPയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് മത്സരിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യം. ഇപ്പൊ ബംഗാളിലോ ത്രിപുരയിലോ മറ്റു സ്ഥലങ്ങളിലോ CPMകാരും പോയിട്ടുണ്ടാവും. അത് അധികാരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്നവർ പോകും. അതിന്റെ പ്രധാന പ്രശ്നം എന്താ? പ്രധാന പ്രശ്നം നേരത്തെ മുസ്തഫ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രശ്നം എല്ലാ പാർട്ടികളെയും CPMനെ ബാധിച്ചിട്ടില്ല, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? CPMന്റെ പ്രത്യയശാസ്ത്രം ഇപ്പോൾ ആരെങ്കിലും ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന വാക്ക് പറയുമോ? ഞാൻ ഒരുപാട് കാലം പ്രസംഗിച്ചുകൊണ്ട് ആ വാക്ക് പെട്ടെന്ന് വന്നത്, ഇന്ന് ഒരാളും പറയുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ CPMന്റെ സംഘടന ഉരുക്ക് പോലുറച്ച സംഘടന, കേഡർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാലോ, കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോ കൂടുമ്പോഴും അവിടെ നടന്ന ചർച്ചകൾ ഓൺലൈനായി നിങ്ങൾ എഴുതി കാണിക്കാറുണ്ട് ചാനലുകളിൽ. അതെങ്ങനെയാ വരുന്നേ? ആരാത് അറിയിക്കുന്നേ? എങ്ങനെയാ അത് വരുന്നേ? പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നടന്ന ഇന്നാളെ വിമർശിച്ചു കേന്ദ്ര കമ്മിറ്റി. അതെന്താ കാര്യം എന്നറിയോ? അത് CPMന്റെ കുഴപ്പമല്ല, ആരുടെയെങ്കിലും കുഴപ്പമല്ല. ഇന്നത്തെ ഒരു ജനാധിപത്യവൽക്കരണം പല രൂപത്തിൽ നടക്കുന്നുണ്ട്. ആ ജനാധിപത്യവൽക്കരണം തുറന്നതാണ് ജീവിതം, തുറന്ന ചർച്ചയാണ്. കോൺഗ്രസ് അത് കുറെ കാലമായി തുടരുന്നു. ഇനി BJPയുടെ പ്രശ്നം പറഞ്ഞാൽ, എനിക്ക് അദ്ദേഹം BJPയുടെ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വിഷലിപ്തമായ പ്രസംഗം, ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ അത്ര വിഷലിപ്തമായ ഒരു പ്രസംഗം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരും ചെയ്തിട്ടില്ല. കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ എല്ലാ സമ്പത്തും മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ പോലെയുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു വിഷലിപ്തമായ പ്രസംഗം, അതും അദ്ദേഹത്തെ പോലെ ഉന്നതനായ ഒരാൾ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അതൊക്കെ വലിയ ദുരന്തമാണ്. അതൊക്കെ എന്റെ കേസ് നിയമമൊക്കെ വരുമെന്ന് എനിക്കറിയില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി BJPയുടെ ഇവിടുത്തെ കേരളത്തിൽ നോക്കൂ, തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിട്ടുനിന്ന് നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്തേ? കൃഷ്ണദാസ് പക്ഷം, കൃഷ്ണദാസോ അല്ലെങ്കിൽ MT രമേശോ, കോഴിക്കോട് സ്ഥാനാർത്ഥി MT രമേശോ, മുൻ സ്ഥാനാർത്ഥിയായിരുന്ന AN രാധാകൃഷ്ണനോ ഒന്നും ആ ചർച്ചയിൽ പങ്കെടുത്തില്ല. തെരഞ്ഞെടുപ്പ് വിശകലനം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു, അത് ശരിയാണ്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വരും. അതുപോലെ കെ സുധാകരൻ്റെയും വരും. അതുപോലെ ഇനിയിപ്പോൾ നാളെ ആരെങ്കിലും CPM ഇന്നോ കോൺഗ്രസ് നിന്നൊക്കെ പോയാൽ അതും വരും. പിന്നെ ആന്റണിയുടെ മകനും മറ്റേ കരുണാകരന്റെ മകളും പോയി എന്നുള്ളതൊന്നും ഞാനൊന്നും കാണുന്നില്ല. കാരണം മകനും മകളും എന്താ, ഇവിടെ എത്രയോ CPM നേതാക്കന്മാരുടെ മക്കൾ BJP ആയിട്ടുണ്ട്, എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ CPM ആയിട്ടുണ്ട്. അതൊക്കെ വരും. അത് നമ്മുടെ നാട്ടിലുള്ള പല കാരണങ്ങളാണ്. ഞാൻ അതിന്റെ കാരണങ്ങളിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. ഇനി സുധാകരന്റെ കാര്യത്തിൽ പറയുമ്പോൾ, സുധാകരൻ സുധാകരനെ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിൽ എപ്പോഴും ഇത്തരത്തിൽ ഓരോ കാലത്തും ഈ ഗ്രൂപ്പ് ഈ സമവാക്യങ്ങളിൽ എലാസ്റ്റിക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞതും മുമ്പ് പറഞ്ഞതും ശരിയാണ്. ഞാൻ മുസ്തഫ പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഒരു സംഘടനാ ചട്ടക്കൂട്, ജനാധിപത്യ സംഘടനാ ചട്ടക്കൂടി ഇല്ലാതായി പോയി. അതിനു മുമ്പ് പക്ഷെ അതിന്റെ ഒരു ഘടനയിലൊരു ജനാധിപത്യമുണ്ട്. കാരണം എന്താ, എല്ലാവർക്കും. പക്ഷെ അത് ജനാധിപത്യം എന്നല്ല അതിന് പറയാ, അതിന് ഒരു തരം അരാജകത്വം എന്നാ പറയാ, ജനാധിപത്യം ഇല്ല. അപ്പൊ ഹൈക്കമാൻഡ്